ഹലോ മൈ ചങ്ക്സ് ഓഫ് യു ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യപേപ്പറിൻ്റെ കണക്റ്റഡ് പോയിന്റ്സ് ആണ്. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സിജി ബിജു. അപ്പം നോക്കാം, എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ, എന്താണ് എക്സിറ്റു കൺസർവേഷൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻസിറ്റു കൺസർവേഷൻ ഉൾപ്പെടാത്തത് ഏത്? കമ്മ്യൂണിറ്റി റിസർവ്, വന്യജീവി സങ്കേതങ്ങൾ, ജീൻ ബാങ്കുകൾ, നാഷണൽ പാർക്കുകൾ. അപ്പൊ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നതാണ് ഏത്? ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞത്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നു ഇൻസിറ്റു. ഇനി അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയും. ഇപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ആവാസ വ്യവസ്ഥയ്ക്കകത്ത് ഉള്ളിൽ, ഇപ്പം നമ്മൾ വീട് വെച്ചിട്ട് വീടിനകത്ത് താമസിക്കുകയാണെങ്കിൽ നമ്മൾ വീടിനുള്ളിൽ, ഇപ്പം പുറത്ത് താമസിക്കുകയാണെങ്കിൽ എന്താണ് എക്സിറ്റു കൺസർവേഷൻ. അതായത് ഒരു ആവാസ വ്യവസ്ഥ, ഇപ്പോൾ ഒരു വനം എന്ന് പറഞ്ഞാൽ ആ വനത്തിനകത്താണ് എങ്കിൽ ഇൻസിറ്റു, വനത്തിന് വെളിയിലാണ് എങ്കിൽ എക്സിറ്റു കൺസർവേഷൻ. അതാണ് ആവാസ വ്യവസ്ഥയ്ക്ക് വെളിയിലും അകത്തും എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ. ഇനി ഇൻസിറ്റു കൺസർവേഷനകത്ത് വരുന്നതാണ് വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, ദെൻ കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ഏതൊക്കെയാണ്? വന്യജീവി സങ്കേതം, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. അപ്പോൾ പേരുകൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കണം. ഈ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആവാസ വ്യവസ്ഥയെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് ഇവ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. പേപ്പാറ, പെരിയാർ, വയനാട് തുടങ്ങിയവ കേരളത്തിലെ വന്യജീവി സങ്കേതം. അപ്പോൾ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷൻ ആണ്. ഈ ഒരു സെന്റൻസ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഈ പോയിന്റ് ഓറിയന്റ് ചെയ്തും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളെ വംശനാശം തടയാൻ വേണ്ടി, ഇവിടെ ലക്ഷ്യം എന്തോ വംശനാശം തടയുന്നു. ഇനി വന്യജീവി സംരക്ഷണത്തോടൊപ്പം തന്നെ ചരിത്ര സ്മാരകങ്ങൾ, ഇവിടെ വന്യജീവിനെ മാത്രമേ ഉള്ളായിരുന്നു സംരക്ഷിക്കുന്നത്. ഇവിടെ എന്താണ്? ചരിത്ര സ്മാരകം, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായിട്ട് രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്ക്. അപ്പോൾ ചരിത്ര സ്മാരകം, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്കുകൾ. ഇരവികുളം, സൈലന്റ് വാലി, ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല എന്നിവയാണ് കേരളത്തിലെ നിലവിലുള്ള നാഷണൽ പാർക്കുകൾ. ഇപ്പൊ ഇരവികുളം, സൈലന്റ് വാലി, ആനമുടി ചോല, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നാഷണൽ പാർക്കിന്റെ ലക്ഷ്യം എന്താണ്? വന്യജീവി സംരക്ഷണം മാത്രമല്ല, കൂടാതെ ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകൾ തുടങ്ങിയ. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നാഷണൽ പാർക്ക് എന്ന് വേണം. അതും ഇൻസിറ്റു കൺസർവേഷൻ തന്നെയാണ്. ഇനി കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത് പൊതുജന പങ്കാളിത്തമാണ് അവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അതാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങൾ ആണ് ഇവ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യം, ഇപ്പൊ ജനവാസം ഉണ്ടായിരിക്കും, അതിനിടയിലുള്ള പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ് ഇവ എന്ന് പറഞ്ഞിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിന് ഉദാഹരണമാണ്. എന്താണ്? മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിന് ഉദാഹരണം ആണ്. അപ്പൊ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്ന സംഭവം എന്താണ്? പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾക്ക് പറയുന്ന പേരാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ് ഇവ എന്ന് പറഞ്ഞത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്. ഇനി ബയോസ്ഫിയർ റിസർവും ഇൻസിറ്റു കൺസർവേഷൻ തന്നെയാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യം. അപ്പൊ ഇവിടെ എന്താണ്? ബയോസ്ഫിയർ റിസർവിനകത്ത് ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി ആണ് ഇവിടെ ഓർത്ത് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജനിതക സ്രോതസ്സുകളെയും. അപ്പം ആവാസ വ്യവസ്ഥ വേണം, ജൈവ വൈവിധ്യം വേണം, ജനിതക സ്രോതസ്. ഈ മൂന്ന് ലക്ഷ്യമാണ് ബയോസ്ഫിയർ റിസർവിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ്? ആവാസ വ്യവസ്ഥകൾ, ജൈവ വൈവിധ്യം, ജനിതക സ്രോതസ്സുകൾ എന്നിവ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ഇത്. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകളിൽ കേരളത്തിലെ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകൾ.
അപ്പോൾ ആവാസ വ്യവസ്ഥയുമുണ്ട്, ജൈവ വൈവിധ്യമുണ്ട്, ജനിതക സ്രോതസ്സുകളുണ്ട്. ഈ 3 കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരേണ്ടത്. ഇനി കാവുകൾ എന്ന് പറഞ്ഞത് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈദ്യ മേഖലയാണ് കാവുകൾ എന്ന് പറയുന്നത്. അപ്പൊ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ട് അമൂല്യമായ ജൈവ സമ്പത്തുള്ള കാവുകൾ പലതും നാമാവശേഷമായി. ഏതാനും കാവുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ജലസംരക്ഷണത്തിൽ പ്രധാനപ്പെട്ടത് കാവുകളാണ്. അപ്പം മനുഷ്യവാസ പ്രദേശമാണ്, സംരക്ഷിക്കപ്പെട്ട വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ. വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ. ഇനി ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉണ്ടായിരിക്കും. ആവാസ വംശനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ജൈവ വൈവിധ്യ മേഖലകളാണ് ഇവ. അപ്പൊ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിനകത്ത് തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉള്ളതും നാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ജൈവ വൈവിധ്യ മേഖലയാണ്. ഇപ്പൊ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 34 ഹോട്ട്സ്പോട്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ വരുന്നുണ്ട്. ഇവിടെ പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമൻ മേഖലകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല എന്നിവയാണ് SCRT-യിൽ നമ്മൾക്കിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ നാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ജൈവ വൈവിധ്യ മേഖലകളാണ് ഇവ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവ സമ്പന്ന മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടും എന്ന് പറയുന്നത്. ഇനിയും ഇത്രയുമാണ് ഏതിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത്. ഇൻസിറ്റു കൺസർവേഷൻ. ഒന്നുകൂടെ പറയാം. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഓർക്കണം, കാവുകൾ ഓർക്കണം, ബയോസ്ഫിയർ റിസർവ് ഓർക്കണം, കമ്മ്യൂണിറ്റി റിസർവ് ഓർക്കണം, നാഷണൽ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവ ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഇതിനകത്ത് ഇൻസിറ്റു കൺസർവേഷനകത്ത് ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വന്യജീവി സങ്കേതം നമ്മൾ പഠിച്ചതിനകത്ത് ഉണ്ട്. നാഷണൽ പാർക്ക് നമ്മൾ പഠിച്ചതിനകത്തുണ്ട്. കമ്മ്യൂണിറ്റി റിസർവുകളും ഉണ്ട്. ജീൻ ബാങ്ക് നമ്മൾ ഇതുവരെ കണ്ടില്ല. അപ്പം അതിലേക്ക് നമുക്ക് പോകാം. എന്താണ് എക്സിറ്റു കൺസർവേഷൻ? അപ്പൊ ഇത് മനസ്സിലായോ? അപ്പൊ കാവുകൾ ചോദിച്ചു കഴിഞ്ഞാലും, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ചോദിച്ചാലും, കമ്മ്യൂണിറ്റി റിസർവ് ചോദിച്ചാലും, വന്യജീവി സങ്കേതം ചോദിച്ചാലും, നാഷണൽ പാർക്ക് പറഞ്ഞാലും ഈ ആവാസ വ്യവസ്ഥയ്ക്കകത്ത് ഉള്ളിലാണ് ഈ പറയുന്ന കൺസർവേഷൻ വരുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് എക്സിറ്റു കൺസർവേഷൻ ആണ്. അപ്പൊ അവിടെ നമ്മൾ സുവോളജിക്കൽ ഗാർഡൻ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതായത് തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ സുവോളജിക്കൽ ഗാർഡൻസോ ഉണ്ട്. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും അവയ്ക്ക് വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് പറയുന്ന പേരാണ് സുവോളജിക്കൽ ഗാർഡനുകൾ എന്നാണ് പറയുന്നത്. സുവോളജിക്കൽ ഗാർഡനുകൾ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് പറയുന്ന പേരാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. വനമേഖലയിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇവിടെ. ഇപ്പൊ വനമേഖലയിൽ വംശനാശം സംഭവിച്ച ജീവികളെയാണ് നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്? സുവോളജിക്കൽ ഗാർഡനിലേക്ക് കൊണ്ടുവരുന്നത്. സുവോളജിക്കൽ ഗാർഡൻ. ഇനി ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെയുള്ള സസ്യങ്ങളെ സംരക്ഷിക്കുന്ന കേന്ദ്രം. നമ്മൾ മുമ്പേ ജീവികളെ സംരക്ഷിക്കുന്നു. ഇവിടെ എന്താണ്? ഇങ്ങനെയുള്ള അപൂർവങ്ങളായിട്ടുള്ളതും വംശനാശം നേരിടുന്നതുമായിട്ടുള്ള സസ്യങ്ങളെ സംരക്ഷിക്കുന്നതാണ്. ഒട്ടുമിക്ക സസ്യങ്ങളെയും തിരിച്ചറിയാനും അവയെ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാനും ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് കഴിയും. തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവ ഉദാഹരണമാണ്. തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച്, കോഴിക്കോട് ഒളിവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവ ബൊട്ടാണിക്കൽ ഗാർഡനുകൾക്ക് ഉദാഹരണം. ഇതെല്ലാം എന്താണ്? എക്സിറ്റു, ആവാസ വ്യവസ്ഥയ്ക്ക് വെളിയിൽ കൊണ്ടുവച്ച് സംരക്ഷിക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്നതും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ വൈവിധ്യമാർന്നിട്ടുള്ളതും അല്ലെങ്കിൽ അപൂർവമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ. ഇനി ജീൻ ബാങ്ക് എന്താണ്? ഇത് പറയുന്നത് പോലെ മുമ്പേ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ വിത്തുകളും ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ഏത് എന്ന് പറയുന്നത്? ഈ ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? വിത്തുകളായാലും ബീജങ്ങളായാലും മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിച്ചു വെക്കാനുമുള്ള സംരക്ഷണ സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ഇവ. ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയും. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഇതിന് ഒരു ഉദാഹരണം ആണ്. അപ്പൊ ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാൻ കഴിയും. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഇതിനൊരു ഉദാഹരണം ആണ്.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ഇവ. ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയും. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഏതിന് ഉദാഹരണമാണ്? ജീൻ ബാങ്കിന് ഉദാഹരണമാണ്. ജീൻ ബാങ്കിന് ഉദാഹരണം ആണ്. അപ്പോൾ ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയും. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഇതിനൊരു ഉദാഹരണം ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പം നമ്മുടെ ക്വസ്റ്റിനകത്ത് ജീൻ ബാങ്ക് ആയിരുന്നു ആൻസർ അല്ലാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ടെലഗ്രാമിൽ PDF കൂടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻസ് ആവശ്യമാണെങ്കിൽ 599 റുപ്പീസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻസ് ആണ്. ഏകദേശം 25 ഡേയ്സ് ആയി. പക്ഷേ നിങ്ങൾക്ക് Day 1 മുതൽ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. Day 1 മുതൽ കൃത്യമായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റും ഇതുമായിട്ട് ഡെയിലി പഠിക്കേണ്ട ടോപ്പിക്സ് ഇൻക്ലൂഡിങ് SCRTയും +1 +2 ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തൂടെ കൊടുക്കുന്നത്. അപ്പം കൃത്യമായിട്ട് പഠിക്കാവുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ LDC തീർച്ചയായിട്ടും നല്ല ഒരു റാങ്കിലേക്ക് മുന്നേറാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.